ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദാനിയേൽ 3. നബൂക്കദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി. ബാബിലോൺ ദേശത്തെ ദൂര താഴ്വരയിൽ അവൻ അത് സ്ഥാപിച്ചു. താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്കു പ്രധാന ദേശാധിപതികളെയും സ്ഥാനപതികളെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബൂക്കദ്നേസർ ആളയച്ചു. എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്കു വന്നു ചേർന്നു. അവർ പ്രതിമയ്ക്ക് ചുറ്റും നിന്നു. അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു: ജനതകളെ, ജനപദങ്ങളെ, വിവിധ ഭാഷക്കാരെ, നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബൂക്കദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണ്ണബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിലെറിയും. അതുകൊണ്ട് കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ എല്ലാ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബൂക്കദ്നേസർ സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ചില കൽദായർ മുൻപോട്ട് വന്നു ദുരുദ്ദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി. അവർ നബൂക്കദ്നേസർ രാജാവിനോട് പറഞ്ഞു: രാജാവ് നീണാൽ വാഴട്ടെ. രാജാവേ, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണ്ണപ്രതിമയെ താണു വീണ് ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നല്ലോ. സാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുമെന്നും നീ കൽപ്പിച്ചിരുന്നു. രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നീ നിയമിച്ചിരുന്ന ശദ്രാക്, മെഷാക്, അബദ്നെഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്രകോപം പൂണ്ട നബൂക്കദ്നേസർ ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നബൂക്കദ്നേസർ: ഹേ ശദ്രാക്, മെഷാക്ക്, അബദ്നെഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടതു സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്കു നന്ന്. അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയുകയും ഏതു ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും, മെഷാക്കും, അബദ്നെഗോയും രാജാവിനോട് പറഞ്ഞു: ഇല്ലയോ നബൂക്കദ്നേസർ, അക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇടപെടുന്നുണ്ട്. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.